നമസ്കാരം. നമസ്കാരം. ആൻറ്റിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് അൽഫോൺസോ ജോസ്. എവിടെയാ വീട്? തൃശ്ശൂർ. ഒന്ന് പോകണം. എന്ത് പ്രശ്നങ്ങളായിട്ടായിരുന്നു വന്നത്? ഒരു ശരീരം മുഴുവനും ഒരു 10-28 കൊല്ലമായിട്ട് ചൊറിച്ചിലായിരുന്നു. അതിന് കുറേ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. അവസാനമാണ് സാറിനെ പറ്റി കേട്ടത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എത്തിയത്. 20 കൊല്ലമായിട്ടുള്ള ചൊറിച്ചിലാണല്ലേ? അതല്ല, ശരിക്കും 28 കൊല്ലത്തോളമായിട്ടുണ്ട്. ശരി. മുഖം എല്ലാം വന്നപ്പോൾ ഭയങ്കര പിഗ്മെന്റഡ് ആയിരുന്നു അല്ലേ? ഭയങ്കര കറുപ്പ് നിറമായിരുന്നല്ലോ അല്ലേ? അതൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട് അല്ലേ? കഴുത്ത് വരെയും നല്ല രീതിയിലുള്ള പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നല്ലോ നേരത്തെ വന്നപ്പോൾ. ചൊറിച്ചിൽ എത്ര ശതമാനത്തോളം കുറഞ്ഞിട്ടുണ്ട്? ദേഹത്തുള്ള ചൊറിച്ചിലൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നമ്മളിപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന 2 ഇഞ്ചക്ഷനും അതിൻ്റെ മരുന്നും എടുത്തപ്പോൾ തന്നെ ഇത്രയും കുറഞ്ഞു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ബാക്കിയും കൂടെ കുറയും അമ്മ. അമ്മയുടെ ഫോൺ നമ്പർ ഒന്ന് പറയുന്നതിന് കുഴപ്പമുണ്ടോ? പറയാവോ? 95 62 10 93 82. ഓക്കെ. അപ്പോൾ ഈ നമ്പറിൽ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാനായിട്ടേ ഒന്ന് വിളിച്ച് സംസാരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പോൾ അലർജിയെക്കുറിച്ച് നമ്മുടെ നമ്പറിലും വിളിച്ചെന്നാൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. 8877116672 എന്ന് പറയുന്ന നമ്പറിൽ നമ്മൾ അലർജിയിൽ നിന്ന് വാട്സപ്പ് ചെയ്തെന്നാലും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്തായാലും ഒത്തിരി സന്തോഷം. മുഴുവനായിട്ടും മാറട്ടെ. 90% തന്നെ കുറഞ്ഞു എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അന്ന് അലർജി ടെസ്റ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ടിൻ പ്രകാരം ഫുഡിലൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ? ഫുഡ് ശ്രദ്ധിക്കൽ ഇത്തിരി കുറവാണ്, സത്യം പറയാം. പക്ഷെ ഞാൻ ഒത്തിരി നോക്കുന്നുണ്ട്. ഒത്തിരി ചോറൊന്നും പിന്നെ നമുക്ക് കഴിക്കാണ്ട് പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് 100% കടുകട്ടി പറ്റിയൊന്നും പറ്റുകയില്ല. കാര്യം നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ അരിയാഹാരം നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡാണ്. അത് അതിൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി നോക്കുക, അളവ് കുറയ്ക്കുക. പരമാവധി നോക്കുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ മത്സ്യങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. മാംസത്തിന്റെ കാര്യത്തിൽ നമുക്ക് വിരോധമുള്ളതൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ചിക്കൻ മാത്രമാണ് കഴിക്കുന്നത്. മീനുകളൊന്നും കഴിക്കാറില്ല. പിന്നെ പുളി പറഞ്ഞത് അത് ഒഴിവാക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വെരി ഗുഡ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും കുറഞ്ഞത്. ഇനി ആ ഇമ്മ്യൂണോതെറാപ്പി എടുത്ത് നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റുകയും കൂടെ ചെയ്യണം കേട്ടോ. എന്തായാലും ഇങ്ങനെ ഒരു വിവരം ഷെയർ ചെയ്യാൻ കാണിച്ച സന്മനത്തിന് ഒരുപാട് നന്ദി. സോ മച്ച്. താങ്ക് യു. സാറിനോടാണ് എനിക്ക് കൂടുതൽ നന്ദി പറയാനുള്ളത്. ഞാൻ ആത്മഹത്യ ചെയ്യണ പറയുന്ന പോലെ ആയിപ്പോയി. അത്രയും എനിക്ക് ഞാൻ ഡ്രസ്സൊക്കെ ഊരി വീട്ടില് ഈ ചൊറിച്ചില വരുമ്പോ അകത്ത് കയറിയിട്ട് ആകെ മാന്തി പൊളിക്കലായിരുന്നു. അപ്പൊ എല്ലായിടത്തുനിന്നും ഇങ്ങനെ ചോര വരും. പിന്നെ നമ്മൾ ഈ ചോര പിടിച്ചിട്ട് ഇങ്ങനെ പൊറ്റ വരണ പോലെയുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്തായാലും ഫുള്ളായിട്ട് മാറട്ടെ അമ്മ. ഓക്കെ, താങ്ക് യു.